സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക. എപ്പിസോഡ് 24 വിജയകഥകൾ. നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനം. ഇത് ഒരു റേഡിയോ പരിപാടി മാത്രമായിരുന്നില്ല, അതിനപ്പുറം അതൊരു ദൗത്യമായി. നമ്മുടെ മുതിർന്നവർക്ക് ശബ്ദമാകുന്നതിനോടൊപ്പം അവരുടെ അനുഭവങ്ങളും ദുഃഖങ്ങളും സ്വപ്നങ്ങളും നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ശ്രമിച്ചുകൊണ്ട് കുറെ ഹൃദയങ്ങളെ ഓർത്തെടുക്കാനുള്ള ശ്രമം. ഇത് വെറും വാക്കുകളുടെ സമാഹാരമായിരുന്നില്ല, നമ്മുടെ ചെവികളിൽ നിന്ന് ആത്മാവിലേക്ക് നേരിട്ടെത്തിയ അനുഭൂതിയുടെ ഒരു മഹാനദിയായിരുന്നു. ഈ യാത്ര നമ്മെ എത്രയെത്ര കഥകളിലൂടെ കൊണ്ടുപോയി. ചിലത് ദുഃഖത്തോടെ, ചിലത് പ്രത്യാശയോടെ, മറ്റു ചിലത് പുതിയ അറിവോടെ. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ പുതിയ കാര്യങ്ങൾ അറിയുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ നമ്മുടെ 24ാമത് ഏതാണ്ട് അവസാന എപ്പിസോഡിന്റെ അരികിലെത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ അനുഭവങ്ങളാൽ കലർന്ന അനുഭൂതി രസത്താൽ നിറഞ്ഞിരിക്കുന്നു. സന്തോഷമുണ്ട്, അഭിമാനവും. എന്നാലും വയോമിത്ര എന്ന യാത്ര അവസാനിക്കാറാകുന്നു എന്നോർക്കുമ്പോൾ ഒരു ദുഃഖം. സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ പിന്തുണയും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷന്റെ സഹായവും ഇല്ലാതിരുന്നെങ്കിൽ ഈ പരിപാടി ഇത്രയധികം വിജയിക്കുമായിരുന്നില്ല. ഈ പരിപാടി രാജ്യത്തിന്റെ 200-ലധികം പ്രഗത്ഭ റേഡിയോ സ്റ്റേഷനുകൾ വഴി അവർ ഏർപ്പെട്ട ശ്രമം അഭിനന്ദനാർഹമാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നമ്മുടെ ശ്രോതാക്കളുമായുള്ള ബന്ധം കേവലം ഒരു റേഡിയോ ബന്ധമായിരുന്നില്ല. അത് അവബോധവും വിവരങ്ങൾ പങ്കുവയ്ക്കലും മാത്രമായിരുന്നില്ല, പകരം സ്നേഹവും കരുതലും നേരിട്ട് പങ്കുവയ്ക്കുന്ന ഒരു ബന്ധമായിരുന്നു. വയോമിത്ര റേഡിയോ തരംഗങ്ങളിലൂടെ സഞ്ചരിച്ച വൈദ്യുത കാന്തികത മാത്രമായിരുന്നില്ല, അതിനൊപ്പം അനുഭവങ്ങളുടെ മധുരവും സ്നേഹത്തിന്റെ കോമളതയും അതിൽ ചാലിച്ചു ചേർത്തിരുന്നു. ഒരു കാലത്ത് കുടുംബങ്ങളെയും സമൂഹങ്ങളെയും സാക്ഷാത്കൃതമാക്കിയിരുന്ന നമ്മുടെ മുതിർന്നവർ അനുഭവങ്ങൾ കൊണ്ടും അതിലൂടെ ആർജിച്ച അറിവുകൾ കൊണ്ടും അഭിമാനം കൊണ്ടിരുന്നവർ. ജീവിതത്തിന്റെ അവസാനം അവർ ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും ലാവണങ്ങളിൽ അകപ്പെട്ടുപോയോ? അങ്ങനെ ആവാൻ പാടില്ല തന്നെ. അവർ എല്ലായിടത്തും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പുരോഗതിക്ക് എല്ലാം സമർപ്പിച്ചവരാണ്. എന്നാൽ ഇന്ന് അവർ അവഗണനയ്ക്കും നിസ്സഹായതയ്ക്കും വിധിക്കപ്പെട്ടവരായോ? ആകാൻ പാടില്ല തന്നെ. അതുകൊണ്ടാണ് വയോമിത്ര എന്ന ഈ പരിപാടി, നമ്മുടെ ഈ യാത്ര, നമ്മുടെ മുതിർന്നവർ അനുഭവിക്കുന്ന വെല്ലുവിളികൾക്ക് പരിഹാരമായി മാറിയത്. 4 പ്രധാന വെല്ലുവിളികളെയാണ് നമ്മൾ അവതരിപ്പിച്ചത്. സുരക്ഷിതത്വം, ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദം, സാമൂഹികമായ ഒറ്റപ്പെടൽ. ശരിയായ വിവരങ്ങളും സമയബന്ധിതമായ ഇടപെടലുകളും സമർപ്പിതമായ പരിശ്രമങ്ങളും ഉണ്ടെങ്കിൽ അതിജീവിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. ഈ പരിപാടിയിലൂടെ അവബോധം പ്രചരിപ്പിക്കുന്നതിനുമപ്പുറം മുതിർന്നവരുടെ ഒറ്റപ്പെടലുകൾക്കും മറ്റു പ്രശ്നങ്ങൾക്കും മറുപടി നൽകുന്നതിനും അതിലൂടെ ആശ്വാസം പകരുന്നതിനും കഴിഞ്ഞു. നമുക്ക് സർക്കാർ പദ്ധതികളെക്കുറിച്ചും പെൻഷൻ പ്ലാനുകളെക്കുറിച്ചും ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങളെക്കുറിച്ചും നിയമപരമായ അവകാശങ്ങളെക്കുറിച്ചും അവരെ അവബോധപ്പെടുത്താൻ കഴിഞ്ഞു. എന്നാൽ അതിനൊക്കെ അപ്പുറം അവരുടെ സാന്നിധ്യം, അവരുടെ ബുദ്ധി, അവരുടെ കഥകൾ കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഒന്നായി അത്യന്തം വിലപ്പെട്ടവയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. നിങ്ങൾ ഫോണിൽ വിളിച്ചറിയിച്ച കാര്യങ്ങളും വാട്സാപ്പ് സന്ദേശങ്ങളും കത്തുകളിലൂടെ അറിയിച്ച പ്രതികരണങ്ങളും ഈ പരിപാടിയുടെ വിജയത്തിന്റെ തെളിവുകളാണ്. നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനം വെറും ഒരു റേഡിയോ പരിപാടിയായിരുന്നില്ല, സത്യത്തിൽ ഇത് ഒരു പ്രസ്ഥാനം തന്നെയായി മാറി. ദേശമാകെയുള്ള ഹൃദയങ്ങളെ സ്പർശിച്ച ഒരു അനുഭവമായി ഇത് മാറി. കഷ്ടപ്പാടുകൾ, ശാരീരിക ദുർബലതകൾ, മാനസികമായ ദുഃഖങ്ങൾ, അല്ലെങ്കിൽ സാമൂഹിക അവഗണനയിൽപ്പെടുന്നവരുടെ നിസ്സഹായതകൾ എന്നിവയ്ക്കൊക്കെ ശക്തിയുടെ ഒരു ഉറവിടമായി ഈ പരിപാടി മാറി. വെല്ലുവിളികളെ നേരിടുന്നവർക്കായി ജീവിതം എളുപ്പമാക്കുന്ന പ്രവർത്തനങ്ങളും പദ്ധതികളും പരിചയപ്പെടുത്തി. ഭരത്തും ലക്ഷ്മിയും ശരിക്കും കഥാപാത്രങ്ങളായി. ഒരു കാര്യം ഉറപ്പാണ്, മുതിർന്നവർക്ക് സഹായം നൽകാൻ നമ്മൾ ഒത്തൊരുമിച്ച് പരിശ്രമിച്ചാൽ എല്ലാം എളുപ്പമായിരിക്കും, എല്ലാം ശരിയാവുകയും ചെയ്യും. ഈ എപ്പിസോഡിൽ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ പങ്കുവെക്കുന്നവരുടെ ശബ്ദങ്ങളാണ് പ്രധാനമായും കേൾപ്പിക്കുന്നത്. ഈ സംരംഭം എങ്ങനെ അവരെ സ്വാധീനിച്ചു, അവരുടെ ജീവിതം എങ്ങനെ മാറി, ഭരത്തും ലക്ഷ്മിയും നൽകിയ സന്ദേശം എത്രമാത്രം പ്രയോജനപ്രദമായിരുന്നു എന്നീ കാര്യങ്ങൾ
ഭരത്തിലൂടെയും ലക്ഷ്മിയിലൂടെയും തന്നെ നമുക്ക് കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഭരത്. എനിക്കൊപ്പം എന്റെ പ്രിയപ്പെട്ട കൊച്ചുമകൾ ലക്ഷ്മി. ഏറെ പ്രത്യേകതയുള്ള ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ശ്രമങ്ങൾ മുതിർന്നവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് ഇന്നൊന്ന് കേട്ടു നോക്കാം. അതെ ലക്ഷ്മി, ഈ യാത്രയിൽ നാം വെറും സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമല്ല പങ്കുവച്ചത് എന്നുറപ്പല്ലേ. മുതിർന്നവരുടെ യഥാർത്ഥ ജീവിത കഥകൾ നമ്മൾ കേൾപ്പിച്ചു, അനുഭവങ്ങൾ പങ്കുവച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനും ലക്ഷ്മിയും സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മുതിർന്ന സുഹൃത്തുക്കളുടെ വർത്തമാനങ്ങളാവും ഉണ്ടാവുക. അതൊരു നല്ല തീരുമാനമാണ്. അതിഥി ദേവോ ഭവ. എന്താ ലക്ഷ്മി, ഒന്നുകൂടി കേൾക്കട്ടെ. കേട്ടിട്ട് എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു. ഇതൊക്കെ നിനക്കറിയാമോ? കൊള്ളാം. ഏതായാലും ഇന്നത്തെ ആദ്യ കഥ നമ്മുടെ ഒരു മുതിർന്ന സുഹൃത്തിനെ കുറിച്ചാണ്. അവർ വയോമിത്ര സ്ഥിരമായി കേട്ടു. ജീവിതം മറികടന്നു മുന്നേറാൻ അതവരെ സഹായിച്ചു. ഒട്ടും വൈകാതെ അവരുടെ കഥ അവരുടെ തന്നെ വാക്കുകളിൽ കേൾക്കാം. ഇപ്പോൾ ഞങ്ങളോടൊപ്പം കൃഷ്ണൻകുട്ടി ചേരുകയാണ്. ആദരപൂർവ്വം നമുക്ക് കേൾക്കാം. ഞാനൊരു പ്രവാസിയായിരുന്നു മോളെ. ഏകദേശം ഒരു 30 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ ഏറിയ പങ്ക് ഞാൻ ചെലവഴിച്ചത് എന്റെ കുടുംബത്തിന് വേണ്ടിയായിരുന്നു. നാട്ടിൽ വന്ന് മക്കളോടും ചെറുമക്കളോടും ഒപ്പം സമയം ചെലവഴിക്കാനും എന്നാൽ കഴിയുന്ന ഒരു ചെറിയ സംരംഭം തുടങ്ങാനുമായിരുന്നു എന്റെ തീരുമാനം. എന്നാൽ ആ സംരംഭം എനിക്ക് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. മക്കൾ കാശ് തരാൻ തയ്യാറായില്ല. തുടർന്ന് പണം സമ്പാദിക്കാൻ എന്നെ കൊണ്ട് കഴിയാതെയുമായി. കാരണം എനിക്ക് പ്രായമായല്ലോ. അപ്പോഴവർ എന്നെ ഒറ്റപ്പെടുത്തുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് വെറും തോന്നൽ മാത്രമല്ല എന്ന്. പ്രവാസിയായിരുന്നതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ബന്ധുക്കൾ വളരെ കുറവാണ്. ആശ്രയിക്കാനോ സംസാരിക്കാനോ എനിക്ക് സുഹൃത്തുക്കൾ പോലും ഇല്ലായിരുന്നു. ഭക്ഷണകാര്യങ്ങൾ പോലും വേർതിരിവ് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി വീട്ടിൽ. അതുകൊണ്ട് തന്നെ എന്റെ ഒറ്റപ്പെടൽ വളരെ ഭീകരമായിട്ട് തോന്നി. ഭക്ഷണകാര്യത്തിൽ പോലും മോശമായ അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ തീരെ തളർന്നുപോയി എന്ന് പറയാം. ഇതിനൊക്കെ ആരെയാണ് ബന്ധപ്പെടേണ്ടതെന്ന് എനിക്കറിവില്ലായിരുന്നു. ഇതിനിടയിൽ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ പലപ്പോഴും ഞാൻ റേഡിയോ കേൾക്കുമായിരുന്നു. അപ്പോഴാണ് വയോമിത്ര എന്ന പരിപാടി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിലെ നിയമവിദഗ്ധർ പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്കും ചില അവകാശങ്ങളുണ്ടെന്ന് മനസ്സിലാകാൻ തുടങ്ങിയത്. ആ അവകാശങ്ങൾ എങ്ങനെ നിയമപരമായി നേടിയെടുക്കാമെന്ന് വയോമിത്രയിലൂടെ എനിക്ക് കുറെ അധികം അറിവുകൾ കിട്ടി. അതുവഴി ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു നോക്കുകയും ചെയ്തു. ഇപ്പൊ എനിക്ക് എന്റെ മക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നുണ്ട്. അതോടൊപ്പം എന്റെ അടുത്ത് നിന്ന് അവർ കൊണ്ടുപോയ കാശും എനിക്ക് തിരികെ കിട്ടി. പെൻഷന് വേണ്ടി അപേക്ഷിക്കുകയും അത് ഇപ്പോൾ എനിക്ക് കിട്ടാനും തുടങ്ങി. വയോമിത്ര എന്നെപ്പോലെ തളർന്നിരുന്നവർക്ക് ഒരു ഊർജമാണ് നൽകിയത്. ഒറ്റപ്പെടൽ ഒഴിവാക്കാനും സമയം എങ്ങനെ ചെലവഴിക്കണമെന്നും തുടങ്ങി വളരെ ഫലപ്രദമായ ഉപദേശങ്ങളും അറിവുകളുമാണ് വയോമിത്രയിലൂടെ എനിക്ക് ലഭിച്ചത്. സുഹൃത്തുക്കളില്ലായിരുന്ന എനിക്ക് യാത്രകൾ പോകുവാനും പുതിയ സുഹൃത്തുക്കളെ തേടുവാനും വയോമിത്ര പ്രചോദനമായി. ഇതുപോലെ വയോജനങ്ങൾക്ക് ഫലപ്രദമായ പരിപാടികൾ ഇനിയും റേഡിയോയിലൂടെ കേൾപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വയോമിത്ര അതിന് വേറൊരു വശം കൂടെ ഉണ്ട്. എന്നെ ഉപേക്ഷിച്ച എന്റെ മക്കൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ വയോമിത്രയിൽ അവർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടാൽ, മക്കൾ കേട്ടാൽ, പുതിയ തലമുറ കേട്ടാൽ, വൃദ്ധ മാതാപിതാക്കളെ വഴിയിൽ ഉപേക്ഷിച്ച് അവരിൽ നിന്ന് ചൂഷണം ചെയ്തെടുത്ത വകകൾ മാത്രം കൈവശം വെച്ച് അങ്ങനെ ജീവിക്കാം എന്ന് ഉള്ള കരുതലിൽ നിന്ന് ഈ പുതിയ തലമുറയ്ക്ക് ഒരുപാട് മാറാൻ കഴിയും. എന്റെ മക്കൾക്ക് ഈ വയോമിത്ര കേൾക്കണം, അവരത് മനസ്സിലാക്കണം. എന്റെ മക്കൾ മാത്രമല്ല, തൊട്ടടുത്തുള്ള വീടുകളിലും ഇതുപോലെ പ്രയാസപ്പെട്ട് നടക്കുന്ന അച്ഛനമ്മമാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള മക്കൾ വയോമിത്രയിലൂടെ എന്താണ് നമ്മുടെ നാട്ടിലെ നിയമപരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെന്നും വയോജനങ്ങൾക്ക് കൊടുക്കേണ്ട സംരക്ഷണം എന്താണെന്നും മനസ്സിലാക്കുന്നത് നല്ല ഒരു ഭാവികാലം എല്ലാവർക്കും പ്രദാനം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
കൃഷ്ണൻകുട്ടി, നിങ്ങളുടെ വാക്കുകളിൽ തിളങ്ങുന്ന പരമ്പരാഗത മൂല്യങ്ങൾ, പോരാട്ടങ്ങൾ, നിങ്ങളുടെ കഥകൾ വെറും വിജയത്തിന്റെ കഥകൾ മാത്രമല്ല, പ്രചോദനത്തിന്റേതു കൂടിയാണ്. ജീവിതത്തിലെ വെല്ലുവിളികളുമായി പോരാടുന്ന ഓരോ മുതിർന്നവർക്കും ഈ വാക്കുകൾ ഒരു പ്രതീക്ഷയായിരിക്കും. നിങ്ങൾ ഈ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച ധൈര്യം വളരെ പ്രശംസനീയമാണ്. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ഈ സംരംഭം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലുതും സാന്ദ്രവുമായ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് എന്നറിയുന്നത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷം നിറയ്ക്കുന്നു. ലക്ഷ്മി, നീ കേട്ടില്ലേ? ഞാനൊരു യഥാർത്ഥ കഥ കേട്ടു. അതിശയകരമായിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ ഒരാൾ ഇതേക്കുറിച്ച് പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് കേൾപ്പിക്കാമെന്ന് കരുതുന്നു. എന്റെ പേര് മിനി എന്നാണ്. റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ പാട്ടുകളെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ ഈ വയോമിത്ര എന്ന പരിപാടി ശ്രദ്ധിക്കുന്നത്. ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ഒറ്റപ്പെടലിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ പുറത്തു കടക്കേണ്ടതെന്ന് ഒരുപാട് ഞാൻ ചിന്തിച്ചു. അത് പതിയെ വിഷാദത്തിലേക്ക് പോകുന്നതായി പോലെ എനിക്ക് തോന്നി. വയോമിത്ര കേട്ടത് വഴിയാണ് ഞാൻ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തിനെ കണ്ടതിനെ തുടർന്ന് പല കാര്യങ്ങളിലും നമ്മുടെ ശ്രദ്ധ തിരിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. അതോടൊപ്പം യോഗ ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് വയോമിത്രയിൽ പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ യോഗ ക്ലാസ്സിന് ചേർന്നു. അതിൽ പറഞ്ഞതുപോലെ എനിക്ക് യോഗ ചെയ്തതിനു ശേഷം മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടായി. ഒറ്റപ്പെടലൊക്കെ ഒരുപാട് മാറി. ഇന്ന് ഈ തിരക്കുള്ള ലോകത്ത് എല്ലാവരും നമ്മളെ നോക്കിയിരിക്കണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതിൽ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ വഴി കണ്ടെത്തുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഞാൻ പച്ചക്കറി കൃഷി ചെയ്യാൻ തുടങ്ങി. വരുമാന മാർഗമായിട്ട് തന്നെ അതിനെ കാണാമെന്ന് എനിക്ക് തോന്നി. കുറച്ചു നാളെ ആയല്ലോ ഞാൻ അത് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. വയോമിത്ര എന്റെ ജീവിതത്തിൽ ഇത്ര മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞതുപോലെ പലരുടെയും ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തികച്ചും ആവശ്യമുള്ള കഥ. അത് ഞങ്ങളെ പൂർണ്ണമായും സ്പർശിച്ചു. എന്നാൽ നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനം എന്ന 24 എപ്പിസോഡുകൾ മുഴുവൻ കേട്ടതിനു ശേഷം എനിക്ക് പറയാനാകും, നമ്മുടെ മുതിർന്നവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് നമ്മുടെ പല കുടുംബങ്ങളും കൂടുതൽ ഗഹനമായ അറിവ് നേടിയിട്ടുണ്ട്. സർക്കാർ സംരംഭങ്ങൾക്കൊപ്പം നമ്മുടെ മുതിർന്നവരെ ആദരിക്കുകയും അവരെ വിലമതിക്കുകയും ചെയ്യേണ്ടതിനെ കുറിച്ച് കൂടുതൽ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ വിശിഷ്ടമായ ഒരു അതിഥി എത്തിച്ചേരുന്നു. ഈ സംരംഭങ്ങൾ അർഹരായ മുതിർന്നവരിലേക്ക് എത്തിക്കാൻ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാൾ, ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസർ ഷൈനിമോൾ. ശരിക്കും ഈ പരിപാടിയുടെ പേട്രൺ സാമൂഹിക നീതി വകുപ്പിന്റെ തിരുവനന്തപുരം ജില്ലാ ഓഫീസർ. സർക്കാർ പദ്ധതികൾ മുതിർന്നവരിൽ എത്തിക്കുന്നതിന് നിതാന്ത ജാഗ്രത പുലർത്തുന്നവർ. ഈ സംരംഭങ്ങളുടെ യഥാർത്ഥ വിജയങ്ങൾ നയവിഭാഗങ്ങളിലല്ല, അവയുടെ യഥാർത്ഥ പ്രായോഗിക പ്രഭാവത്തിലാണ് എന്ന് അവർ ഉറപ്പുവരുത്തുന്നു. സാമൂഹിക നീതി വകുപ്പ് ജില്ലാ ഓഫീസർ ഷൈനിമോൾ നമ്മോട് സംസാരിക്കുന്നു. ഇന്ത്യയിൽ മുതിർന്ന പൌരന്മാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ കുറെ വർഷത്തിനിടയിൽ ക്രമാതീതമായ വർധനവാണ് കാണപ്പെടുന്നത്. ആധുനിക കാലഘട്ടത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ച നിമിത്തം വയോജനങ്ങളുടെ ശുശ്രൂഷയിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താൻ കുടുംബാംഗങ്ങൾക്ക് കഴിയാത്തതാണ് വൃദ്ധസദനങ്ങൾ രൂപീകൃതമാകുന്നതിന് സാഹചര്യം ഒരുക്കിയത്. സാമൂഹ്യനീതി വകുപ്പ് വയോജനങ്ങൾക്കായിട്ട് നിരവധിയായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. പ്രധാനപ്പെട്ട പദ്ധതികളാണ് പറഞ്ഞു പോകുന്നത്. ഇതോടൊപ്പം തന്നെ വകുപ്പിന്റെ പദ്ധതികളുടെ ഭൂരിഭാഗവും 50% വയോജനങ്ങൾക്കായി നീക്കിവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 5% വിഹിതം വയോജനങ്ങൾക്കായിട്ട് നീക്കിവെക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും, പിന്നെ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ, ഇവരുടെ എല്ലാം പദ്ധതി വിഹിതത്തിന്റെ 5% വയോജനങ്ങൾക്കായി നീക്കിവെക്കുന്നുണ്ട്. സാമൂഹ്യനീതി വകുപ്പ് വയോജനങ്ങൾക്കായി നടപ്പിലാക്കി വരുന്ന പ്രധാനപ്പെട്ട പദ്ധതികളാണ് വയോമധുരം. വയോമധുരം എന്നത് വയോജനങ്ങളിൽ ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റിക് അല്ലെങ്കിൽ പ്രമേഹ ബാധിതരായിട്ടുള്ളവർക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. ഇതിന്റെ ക്രൈറ്റീരിയ BPL വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൌരന്മാർക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. ഇവർ പ്രമേഹ ബാധിതരാണെന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകണം. അപ്പോൾ സൗജന്യമായിട്ട് ഞങ്ങൾ ഗ്ലൂക്കോമീറ്ററും അതോടൊപ്പം തന്നെ സ്ട്രിപ്പും നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. മറ്റൊരു പദ്ധതിയാണ് വയോജനങ്ങൾക്കുള്ളത് മന്ദഹാസം.
മന്ദഹാസം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും, ഒരു പേര് വിവക്ഷിക്കപ്പെടുന്നത് പോലെ തന്നെ ഒരു ചിരിയൊക്കെ വരുന്ന പദ്ധതിയാണ് മന്ദഹാസം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമമായിട്ട് ദന്തനിര നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. ഭാഗികമായോ മുഴുവനായോ ദന്തനിര നഷ്ടപ്പെട്ടവർക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. സർക്കാർ 10,000 രൂപയാണ് ഈ പദ്ധതിക്കായിട്ട് ഒരാളിന് പ്രയോജനപ്പെടുത്തുന്നത്. അടുത്ത സർക്കാരിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് വയോരക്ഷ. വയോരക്ഷാ പദ്ധതി സമൂഹത്തിലെ ഏറ്റവും അടിയന്തര ഘട്ടങ്ങളിൽ വയോജനങ്ങൾക്ക് നൽകുന്ന പദ്ധതിയാണ്. BPL പരിധിയിൽ വരുന്ന ഭർത്താവ് മരിച്ചുപോയതോ അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയോ ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ സംരക്ഷിക്കാൻ മറ്റാരും ഇല്ലാത്ത ഒറ്റപ്പെട്ട് കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ എത്തിക്കുന്നതിന് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. ഈ ഘട്ടങ്ങളിൽ അവർക്ക് ശസ്ത്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷനൊക്കെ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകും. മറ്റാരും സംരക്ഷിക്കാനില്ലാത്തവരാണെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനെ ഈ പദ്ധതിയിലൂടെ പ്രൊവൈഡ് ചെയ്യും. വകുപ്പിന്റെ തന്നെ നേതൃത്വത്തിൽ ബൈസ്റ്റാൻഡേഴ്സിന്റെ സേവനം ലഭ്യമാക്കുകയും കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, ഇനി ശസ്ത്രക്രിയയാണെങ്കിൽ ശസ്ത്രക്രിയയ്ക്കുള്ള സഹായം എന്നിവയും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവർ, ഒറ്റപ്പെട്ടു പോയവർ എന്നിവർക്ക് സൗജന്യമായിട്ട് മരുന്ന്, വസ്ത്രം, ആഹാരം എന്നിവയും ഈ പദ്ധതിയിലൂടെ ലഭ്യമാകുന്നു. അനാഥരായി ഒറ്റപ്പെട്ടു പോയ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരെ വിവിധ പുനരധിവാസ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിന് ആംബുലൻസ് സേവനവും ഈ പദ്ധതിയിലൂടെ ലഭ്യമാകുന്നു. കൂടാതെ തന്നെ ഈ പദ്ധതി പ്രകൃതി ദുരന്തത്തിന് ഇരയാക്കപ്പെട്ട വയോജനങ്ങൾ, പിന്നെ മറ്റെന്തെങ്കിലും സാംക്രമിക രോഗങ്ങൾ ബാധിച്ചവർ എന്നിങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട വയോജനങ്ങൾക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകും. BPL പരിധിയിൽ പെടാത്ത വയോജനങ്ങൾ മറ്റെന്തെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ അവർക്ക് സംരക്ഷിക്കാൻ ആരും ഇല്ല എങ്കിൽ അവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനും മറ്റു സഹായങ്ങൾ നൽകുന്നതിനും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകും. വയോരക്ഷാ പദ്ധതിക്ക് വേണ്ടിയിട്ട് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് 25,000 രൂപ വരെ സ്വന്തം നിലയിലും 25,000 മുകളിൽ 2 ലക്ഷം വരെ 2 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ സർക്കാരിലും പോയി സാങ്ഷൻ വാങ്ങിയാൽ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. അങ്ങനെ വയോജനങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി. സായംപ്രഭ ഹോം പദ്ധതി. സായംപ്രഭ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, വാർദ്ധക്യകാലത്ത് അവർക്ക് ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് കൂട്ടം കൂടിയിരിക്കാനും അല്ലെങ്കിൽ അറിവുകൾ പങ്കുവയ്ക്കാനും ഉള്ള ഒരു വേദിയാണ് സായംപ്രഭ ഹോം പദ്ധതി. സായംപ്രഭ ഹോം പദ്ധതി 73 പഞ്ചായത്തുകളിലും നടപ്പിലാക്കാനായിട്ടാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കൂടാതെ തന്നെ സാമൂഹ്യനീതി വകുപ്പിന്റെ മറ്റൊരു പദ്ധതിയാണ് വയോമിത്രം. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴിയാണ് വയോമിത്രം പദ്ധതി നടപ്പിലാക്കി വരുന്നത്. വയോമിത്രം പദ്ധതി നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ നടപ്പിലാക്കി വരുന്നത്. ബാക്കി എല്ലാ ജില്ലകളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ വയോമിത്രം പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു അവസ്ഥയാണ് ഓർമ്മപ്പിശക് അല്ലെങ്കിൽ ആൾഷീമേഴ്സ് അല്ലെങ്കിൽ ഡിമെൻഷ്യയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഓർമ്മ തോണി എന്ന പദ്ധതി സാമൂഹ്യനീതി വകുപ്പ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി ആവിഷ്കരിച്ചിട്ടുണ്ട്. വയോമിത്രം യൂണിറ്റുകൾ വഴിയാകും ഈ പദ്ധതി നടപ്പിലാക്കി വരിക. പിന്നെ സാമൂഹ്യനീതി വകുപ്പിന്റെ മറ്റൊരു പദ്ധതിയാണ് പുനരധിവാസ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഓൾഡേജ് ഹോം എന്നൊക്കെ ആയിരുന്നു നേരത്തെ പേര്. ഇപ്പോഴും നമ്മൾ സ്നേഹാലയങ്ങൾ എന്ന് ആ ഹോമുകളെ പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സ്നേഹാലയങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലും എറണാകുളം ജില്ലയിലും 2 വീതം സ്നേഹാലയങ്ങളുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ സ്നേഹാലയങ്ങളിൽ നടപ്പിലാകുന്ന മറ്റൊരു പദ്ധതിയാണ് വയോ അമൃതം. വയോ അമൃതം എന്നത് സൗജന്യമായിട്ട് ആയുർവേദ ചികിത്സ ലഭ്യമാകുന്ന ഒരു പദ്ധതിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വയോജനങ്ങൾക്ക് അല്ലെങ്കിൽ വയസ്സായവർക്ക് ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ അല്ലെങ്കിൽ വയോജന കാലമാകുമ്പോൾ തന്നെ അവർക്ക് ആയുർവേദത്തിനോടൊക്കെ ഒരു പ്രത്യേക മമതയാണുള്ളത്. തൈലവും കിഴിയും കുഴമ്പും ഒക്കെ അവർക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള വസ്തുക്കളാണ്. സൗജന്യമായിട്ട് ആയുർവേദ ചികിത്സ നമ്മുടെ ഹോമുകളിൽ നിന്ന് നടപ്പിലാക്കി വരുന്നുണ്ട്. അത് ഇവയാണ് പ്രധാനപ്പെട്ട നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് വയോജനങ്ങൾക്കായി നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ. ഇവ കൂടാതെ തന്നെ കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടുകൂടി എൽഡർ ലൈൻ എന്ന ഒരു സംരംഭം കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. 24 മണിക്കൂറും വയോജനങ്ങൾക്ക് സേവനം നൽകുന്നുണ്ട്. ആഴ്ചയിൽ 7 ദിവസവും പ്രവർത്തനം നടക്കുന്നുണ്ട്. 14567 എന്നതാണ് ഈ ഒരു ഹെൽപ്പ് ലൈൻ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലൂടെ എൽഡർ ലൈന്റെ സഹായം വയോജനങ്ങൾക്ക് ലഭ്യമാകും. പെൻഷനുകളും സംബന്ധിച്ച വിവരങ്ങൾ, മറ്റ് അറിവുകൾ എന്നിവയും എൽഡർ ലൈൻ വഴി ലഭ്യമാകുന്നുണ്ട്. കൂടാതെ തന്നെ എൽഡർ ലൈൻ വഴി മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കൌൺസിലിംഗുകൾ, മറ്റ് നിയമസഹായം തുടങ്ങിയവയും ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ വയോജനങ്ങൾക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു ടോൾ ഫ്രീ നമ്പർ ഉപയോഗിച്ച് എത്താൻ കഴിയുന്ന ഒരു മാർഗമാണ് എൽഡർ ലൈൻ. ഇത് അതുപോലെ തന്നെ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു പദ്ധതിയാണ്. AVYA പദ്ധതി പ്രകാരമുള്ള ഒരു പദ്ധതിയാണ് വയോമിത്രം എന്നത്. വയോമിത്രവും ഒരു റേഡിയോ ആണ്, FM സ്റ്റേഷൻ, റേഡിയോ സംവിധാനമാണ്. ഈ റേഡിയോ വഴിയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയോജനങ്ങളെ സംബന്ധിക്കുന്ന അറിവുകൾ, ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾ, നിയമവശങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ മറ്റു വിഷയങ്ങൾ എന്നിവയും വയോമിത്രം പദ്ധതിയിലൂടെ ലഭ്യമാകുന്നുണ്ട്. പണ്ടൊക്കെ മുതിർന്നവർ അവരുടെ അവകാശങ്ങളെ കുറിച്ച് അറിയാൻ
ഓഫീസുകളിൽ നിന്ന് ഓഫീസുകളിലേക്ക് ഓടേണ്ടി വന്നിരുന്നു. നീണ്ട നിരകളിൽ ഊഴം കാത്തു നിൽക്കുക ഒരു വെല്ലുവിളിയായി മാറിയിരുന്നു. ചിലർ എത്രത്തോളം ദുരിതത്തിലായിരുന്നെന്നോ. അവർക്ക് ഈ പദ്ധതികൾക്ക് അപേക്ഷിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ സേവനങ്ങൾ പലതും ഓൺലൈനായി ലഭ്യമാകുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കുന്നു. മുതിർന്നവർക്ക് അവരുടെ വീടുകളിൽ ഇരുന്ന് തന്നെ ഇത് എളുപ്പത്തിൽ ചെയ്യാനാകും. ശരിയാണ് മുത്തശ്ശ. അവബോധം എന്നത് ഏറ്റവും വലിയ ഉപകരണം തന്നെയാണ്. പലതരത്തിൽ പല പദ്ധതികളും സേവനങ്ങളും ഉണ്ടാകുന്നുവെങ്കിലും വിവരങ്ങളുടെ അഭാവം കാരണം മുതിർന്നവർ അവയെക്കുറിച്ച് അറിവില്ലാത്തവരാകുന്നു. അവർ സഹായം തേടിയാലും ശരിയായ ഗൈഡൻസ് ഒരുപക്ഷെ ലഭ്യമായി എന്ന് വരില്ല. അത് വാസ്തവത്തിൽ ദുരിതകരമാണ്. അതെ ലക്ഷ്മി, അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം അത്രമേൽ പ്രധാനപ്പെട്ടതാകുന്നത്. നമ്മുടെ ശ്രോതാക്കളിലൂടെ നാം ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ചുറ്റുപാടിൽ ഈ പദ്ധതികളെക്കുറിച്ച് അറിയാത്ത മുതിർന്നവരെ കണ്ടാൽ മുന്നോട്ടു പോവുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്യൂ. സർക്കാരിന്റെ ലഭ്യമായ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കൂ. അവർക്ക് സ്വയം അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടായാൽ അവരെ സഹായിക്കൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി, നമ്മുടെ ഉത്തരവാദിത്വം വെറും കുടുംബങ്ങളെക്കുറിച്ച് മാത്രമാകരുത്. നമുക്ക് സഹാനുഭൂതി സന്നദ്ധമായ ഒരു സമൂഹം നിർമ്മിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ മുതിർന്നവരെ അത്ര കണ്ട് മാന്യമായി പരിചരിക്കേണ്ടതുണ്ട്. അത് ശരിക്കും സാമൂഹികാരോഗ്യത്തിന്റെ ലക്ഷണം കൂടിയാണ്. അതെ അതെ, ഈ മനോഭാവത്തോടെ തന്നെ നമ്മൾ ഈ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് ഈ അവസാന എപ്പിസോഡ് ഇവിടെ കേൾപ്പിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് അവസാനമല്ല, പുതിയൊരു തുടക്കമാണ്. നാം നേടിയ അറിവുകൾ, കേട്ട കഥകൾ, പഠിച്ച പാഠങ്ങൾ തുടങ്ങിയവയിലൂടെ ഒരു വയോജന സംസ്കാരം രൂപപ്പെടുത്താൻ കഴിയണം. ഹായ്, അത് കൊള്ളാമല്ലോ. ഒരു നവവയോജന സംസ്കാരം. കൊള്ളാം ലക്ഷ്മി, നിന്റെ ആശയങ്ങൾക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. നീ പറഞ്ഞത് ഈ പ്രോഗ്രാമിന്റെ വലിയ ഗുണമാണ്. നോക്ക്, ഇത് വെറും വാക്കുകൾ മാത്രമല്ല, ഇവിടെ പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം. ആ ചിന്തയിൽ നാം മുന്നോട്ടു പോവുക. മറ്റുള്ളവർക്ക് ഈ പദ്ധതിയുടെ പ്രയോജനവും അത് ലഭിച്ചവർക്കുള്ള അനുഭവങ്ങളും പങ്കുവയ്ക്കുക. സുഹൃത്തുക്കളെ, പ്രചോദനാത്മകമായ ചില കഥകൾ കൂടി കേൾക്കാനുള്ള സമയമായിരിക്കുന്നു. ഈ പദ്ധതികളിൽ നിന്ന് പ്രയോജനം നേടിയവരിൽ നിന്നും ഞങ്ങളെക്കാൾ പ്രചോദനമായവരിൽ നിന്നുമുള്ള കഥകളാണ്. ഒരു സർക്കാർ പദ്ധതിയെക്കുറിച്ച് നമ്മൾ കേട്ടാൽ അതിന്റെ പ്രഭാവം നമുക്ക് മനസ്സിലാകുന്നത് ഈ പദ്ധതികൾ മുതിർന്നവരുടെയും ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വ്യത്യാസം സൃഷ്ടിച്ചിട്ടുണ്ടോ, അവരുടെ ദൈനംദിന ജീവിതം മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയെങ്കിൽ ഈ മാറ്റം അനുഭവിച്ച ഒരാളിൽ നിന്ന് നേരിട്ട് കേൾക്കാം. എന്റെ മുത്തച്ഛന്റെ പ്രിയ സുഹൃത്ത് നരേന്ദ്രൻ മുത്തച്ഛനെ തന്നെ സ്വാഗതം ചെയ്യാം. അദ്ദേഹം ഈ പദ്ധതിയുടെ പ്രയോജകൻ എന്നതുകൂടാതെ ഞങ്ങൾക്കൊക്കെ പ്രചോദനമായ സുഹൃത്തു കൂടിയാണ്. നമസ്കാരം നരേന്ദ്രൻ മുത്തച്ഛ. നമ്മുടെ പ്രത്യേക പ്രോഗ്രാമായ നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ട് ജീവിതം? വളരെ സന്തോഷം മോളെ. ആദ്യം ഷോയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് വലിയൊരു നന്ദി. സത്യമായി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഈ പദ്ധതിയെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, മുതിർന്നവർ അവർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. അത്രയേറെ ഈ പരിപാടി എന്നെ സ്വാധീനിച്ചിരിക്കുന്നു. ഞാൻ ഈ പരിപാടിയിൽ കേട്ട പ്രകാരം അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്റെ പെൻഷൻ ഓരോ മാസവും എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ എനിക്കറിയാം എന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പ് എനിക്ക് ഓരോ ചെറിയ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. വീട്ടിലെ ചെറിയ ചെലവുകൾക്ക് പോലും ഞാൻ എപ്പോഴും മകനോടും മരുമകളോടും ചോദിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ എന്റെ പെൻഷൻ വാങ്ങി തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കറിയുമോ, എനിക്കിപ്പോൾ ആരെയും ആശ്രയിക്കേണ്ടതായി വരുന്നില്ല. ഇപ്പോൾ ചായ കുടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എളുപ്പത്തിൽ ടീ സ്റ്റാളിൽ പോകാം, എന്റെ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കാം, മണിക്കൂറുകൾ സംസാരിക്കാം. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ പേരക്കുട്ടിക്ക് ഒരു ചെറിയ സമ്മാനം പോലും വാങ്ങി നൽകി. മുമ്പ് എനിക്ക് ഓരോ ചെലവും സൂക്ഷിച്ചു വേണമായിരുന്നു. കയ്യിലിരുന്ന് തീർന്നാൽ പിന്നെ വീണ്ടും വീണ്ടും യാചിക്കണം. എന്നാൽ ഇപ്പോൾ ഞാൻ കൂടുതൽ സ്വതന്ത്രനായിരിക്കുന്നു. ഇതെനിക്ക് പുതിയൊരു ഊർജം നൽകി. കാരണം ഒരാളിന് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അവന് സ്വയം ആദരവ് ഉണ്ടാകുക തന്നെ ചെയ്യും. ഇന്നലെ എന്റെ കൊച്ചുമകൾ പറഞ്ഞു, അപ്പൂപ്പ നിങ്ങൾ എത്ര മാറിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് ആലോചിച്ചു നോക്കൂ. ഈ പെൻഷൻ എനിക്ക് വെറും സാമ്പത്തിക പിന്തുണയല്ല, അതൊരു ആദരത്തിന്റെ അടയാളം കൂടിയാണ്. കൊള്ളാം നരേന്ദ്രൻ, ഹൃദയസ്പർശിയായ വാക്കുകൾ. നിങ്ങളത് എത്ര നന്നായി പറഞ്ഞു. സാമ്പത്തിക സ്വാതന്ത്ര്യം വെറും പണമല്ല, അത് സ്വയം ആദരവും ആത്മവിശ്വാസവുമാണ്. ഒരാൾക്ക് തന്റെ ആവശ്യങ്ങൾ പരിപാലിക്കാൻ കഴിയുമ്പോൾ
അത് അയാളുടെ സ്വന്തം മൂല്യത്തെ സ്വാഭാവികമായി വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഉറച്ചു വിശ്വസിക്കാം, ഞങ്ങളുടെ പ്രോഗ്രാം കേട്ടവരിൽ പല മുതിർന്നവരും ഈ പദ്ധതികൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്ന്. പ്രിയ സുഹൃത്തുക്കളെ, ഇതൊരു ഉദാഹരണം മാത്രം. നമ്മുടെ രാജ്യത്ത് എത്രമാത്രം മുതിർന്നവരാണ് ഇത്തരം പദ്ധതികളിലൂടെ പ്രയോജനം നേടുകയും പുതുതായി ഊർജിതമായ ജീവിതം നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതികളെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എത്രയും പെട്ടെന്ന് അവരെ അറിയിച്ച് അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കൂ. നരേന്ദ്രൻ മുത്തച്ഛ, ഒടുവിലൊരു ചോദ്യം. ഈ പദ്ധതി മുൻപറിയാമായിരുന്നെങ്കിൽ മുത്തശ്ശന്റെ ജീവിതം വ്യത്യസ്തമായിരുന്നേനെ എന്ന് തോന്നുന്നുണ്ടോ? ഓ, തീർച്ചയായും. എനിക്കിത് മുമ്പ് അറിയാമായിരുന്നെങ്കിൽ ഞാൻ എന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കായി ഇത്രയും വർഷങ്ങൾ വേദനിച്ചിരിക്കില്ലായിരുന്നു. ആരുടെ മുമ്പിലും കൈ നീട്ടില്ലായിരുന്നു. മുതിർന്നവരുടെ ജീവിതം എക്കാലവും മറ്റുള്ളവരിൽ ആശ്രയിച്ചിരിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിയായ സമയത്ത് ശരിയായ വിവരങ്ങൾ ലഭിച്ചാൽ മുതിർന്നവർക്കും ഗൗരവത്തോടെയും ആഹ്ലാദത്തോടെയും ജീവിക്കാമെന്ന്. അതിനാൽ എല്ലാ മുതിർന്നവരോടും എന്റെ സന്ദേശം ഇതാണ്: സംശയിക്കേണ്ടതില്ല, ക്ഷീണിക്കേണ്ടതില്ല. ഇത് നിങ്ങളുടെ അവകാശമാണ്. സർക്കാർ നിങ്ങളുടെ ആരോഗ്യകരമായ ജീവിതത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. മുന്നോട്ട് വന്ന് അവയെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് കാര്യം. അത്ഭുതമായിരിക്കുന്നു നരേന്ദ്രൻ. ഞങ്ങൾ നിങ്ങളോട് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രചോദനപ്രദമായ കഥ ഞങ്ങൾക്കൊപ്പം പങ്കുവച്ചതിന്. നിങ്ങളുടെ വാക്കുകൾ പല ഹൃദയങ്ങളിലും തൊട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. നിങ്ങളുടെ ജീവിതം സന്തോഷകരവും ആരോഗ്യകരവുമായി തുടരുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, അടുത്ത് നാം കാണുമ്പോൾ നിങ്ങൾക്കൊരു കാപ്പി, അത് ഞങ്ങളുടെ കടപ്പാടാണ്. തീർച്ചയായും ഭരത്. ഒരു കപ്പ് കാപ്പി, ഒരു കുടന്ന സൗഹൃദം. സ്നേഹത്തിന്റെ കടം നന്ദി കൊണ്ട് അളക്കുന്നില്ല. കൂട്ടുകാരെ, നിങ്ങൾ കേട്ടോ? നരേന്ദ്രന്റെ പ്രചോദനപ്രദമായ യാത്ര നമ്മെ പഠിപ്പിക്കുന്നു. സ്വയം ആശ്രയപ്പെടലും സ്വയം ആദരവും ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ശരിയായ അറിവ് നേടി ഈ സർക്കാർ പദ്ധതികളുടെ പ്രയോജനം എല്ലാവർക്കും ലഭ്യമായെങ്കിൽ എന്നാണ്. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളിനോ ഈ സംരംഭത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം തുടരുക. കാരണം ജീവിതം മാറ്റുന്നതിന് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇനിയും വിശദീകരിക്കും. ഇത്രയും നാൾ നമ്മുടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്ന വയോമിത്ര വെറും വിവരങ്ങൾ പങ്കുവയ്ക്കൽ മാത്രമല്ലായിരുന്നു, ജീവിതമായിരുന്നു. കഴിഞ്ഞ 3 മാസങ്ങളായി ഞങ്ങളുടെ റേഡിയോ ടീം മുതിർന്നവരുമായി നേരിട്ട് കണ്ട് സംസാരിച്ചു. അവരുടെ അനുഭവങ്ങൾ കേട്ടു, അവരുടെ പോരാട്ടങ്ങൾ പങ്കുവച്ചു. എന്നാൽ ഏറ്റവും പ്രധാനമായത് ഈ പദ്ധതികൾ അവരുടെ ജീവിതത്തിൽ എങ്ങനെ പ്രകാശം കൊണ്ടുവന്നുവെന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞതാണ്. ഇവർ പദ്ധതികളെ പ്രയോജനപ്പെടുത്തിയവർ മാത്രമല്ല, സ്വതന്ത്രമായ സംതൃപ്തമായ ജീവിതം നയിക്കുന്നവർ കൂടിയാണ്. നാം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് കണ്ടു നമ്മുടെ മുതിർന്ന പൗരന്മാർ നേരിടുന്ന വെല്ലുവിളികൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആരോഗ്യം സംബന്ധിച്ച ആശങ്കകൾ, സാമൂഹികമായ ഏകാന്തത. അവരിൽ പലരും പോരാടുകയാണ്. ഉപേക്ഷിക്കപ്പെട്ടവൻ എന്ന ചിന്ത അവർക്ക് എവിടെ പോയാലും ഉണ്ടാകാൻ പാടില്ല തന്നെ. ശരിയായ സമയത്ത് സാമ്പത്തിക മാർഗനിർദ്ദേശം, വിദഗ്ധ ഉപദേശം, പെൻഷൻ പിന്തുണ അല്ലെങ്കിൽ മെഡിക്കൽ സഹായം എന്നിങ്ങനെ ശരിയായ സഹായം ലഭിച്ചപ്പോൾ നോക്ക്, അവരുടെ ജീവിതം കൃത്യമായി മാറി. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം തുടർന്നേക്കുക. കാരണം അടുത്തതായി ജീവിതത്തിൽ പുതിയ പ്രഭാതം കണ്ടവരുടെ കഥകൾ ഞങ്ങൾ കൊണ്ടുവരുന്നു. അതേ മുത്തച്ഛ, അവരവിടെ പാട്ടും നൃത്തവുമൊക്കെയായി ജീവിതം ആസ്വദിക്കുകയാണ്. എൻ്റെ പേര് ജോസഫ് എന്നാണ്. ഞാൻ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ വയോമിത്ര എന്ന പരിപാടി കേൾക്കുന്നുണ്ട്. അത് വളരെ ഗുണകരമായൊരു പരിപാടിയാണ്. ആരോഗ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത് നമുക്ക് അനുഗ്രഹപ്രദമാണ്. അതുപോലെ പെൻഷനെ കുറിച്ചും മറ്റ് എല്ലാം പറയുന്നതെല്ലാം ഞങ്ങൾ കേൾക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. ഒറ്റപ്പെടലിനെ കുറിച്ചൊക്കെ വയോമിത്രയിൽ കേൾക്കാനിടയായി. അതിൽ കേട്ടതിൽ കഴിഞ്ഞ് എനിക്ക് വളരെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പം ഒറ്റപ്പെടൽ എന്നുള്ള ഒരു തോന്നലില്ല. സൈക്കോളജിസ്റ്റ് സംസാരിക്കുന്നത് കേട്ടിരുന്നു, അതൊക്കെ നല്ലോണം മനസ്സിലായി. അതിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അതൊരു നല്ല പരിപാടിയാണ്. എൻ്റെ പേര് സജീവ് കുമാർ എന്നാണ്. ഞാൻ കുറച്ചു നാൾ മുമ്പ് കോൺട്രാക്ട് വർക്ക് എടുത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഞാൻ സ്വസ്ഥമായിട്ട് വീട്ടു ജോലികളും മറ്റ് കൃഷിപ്പണികളുമായിട്ട് കഴിഞ്ഞു പോകുന്നു. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമവശങ്ങളും അതിന്റെ എങ്ങനെ പോകണം, അത് ആ നിയമത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്കിതിൽ നിന്നും പഠിക്കാൻ കഴിഞ്ഞു. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാനൊരു എപ്പിസോഡിൽ അഡ്വക്കേറ്റുമായി സംസാരിക്കുന്നത് കേട്ടു.
അപ്പൊ അത് കേട്ടതിൽ വെച്ച് എനിക്ക് പ്രായമായവർക്ക് എന്തൊക്കെ നിയമ ആനുകൂല്യങ്ങൾ ഉണ്ടെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. വർഷങ്ങളോളം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരാൾ, ദൈനംദിന ചെലവുകൾ പോലും നടത്താൻ കഴിവില്ലാതിരുന്ന ഒരാൾ, മറ്റുള്ളവരിൽ ആശ്രയിച്ചിരുന്ന ഒരാൾ, സ്വന്തം അഭിമാനത്തെക്കുറിച്ച് പോലും മറന്നു ജീവിച്ച ഒരാളെക്കുറിച്ച് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്നാൽ പിന്നീട് എല്ലാത്തിനും മാറ്റം വന്നു. എങ്ങനെ? അവർ സർക്കാർ പെൻഷൻ പദ്ധതികൾ കണ്ടെത്തി, അതിന്റെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തി തുടങ്ങി. അവർ അവരുടെ സ്വാതന്ത്ര്യം വീണ്ടും നേടി. ഇനി ആരോടും സഹായത്തിനായി ചോദിക്കേണ്ടതില്ല. ഇപ്പോൾ അവർ അവരുടെ ചെറിയ വ്യക്തിഗത ആവശ്യങ്ങൾ പോലും സ്വയം നിറവേറ്റുകയാണ്. അതിനാൽ ഏറ്റവും പ്രധാനമായത് അവർക്ക് നഷ്ടപ്പെട്ട സ്വാഭിമാനത്തെ തിരിച്ചുപിടിച്ചു എന്നത് തന്നെയാണ്. പുതിയ മാറ്റത്തിന്റെ ഏറ്റവും വലിയ പ്രചോദന ശക്തി എന്താണെന്നറിയാമോ? അത് സാമൂഹിക മാറ്റമാണ്. ഇത് വെറും ഒരു സർക്കാർ പദ്ധതിയല്ല, ഇതൊരു ഹൃദയം നിറഞ്ഞ പരിശ്രമമാണ്. നമ്മുടെ മുതിർന്നവർക്ക് സാമ്പത്തിക സഹായം മാത്രമല്ല, അവരുടെ വാക്കുകളും പിന്തുണയും പ്രാപ്യമായ ബഹുമാനവും നൽകി ഞങ്ങളുടെ റേഡിയോ നെറ്റ്വർക്കും മന്ത്രാലയത്തിന്റെ സമർപ്പിത പ്രവർത്തനങ്ങളും വഴി ഓരോ മുതിർന്ന വ്യക്തിയും കേട്ട് മനസ്സിലാക്കി സഹായിച്ചു. അതിനാൽ ഏറ്റവും മനോഹരമായ ഭാഗം എന്താണെന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയാം. എന്താണെന്ന് വെച്ചാൽ, അവർ ഒറ്റപ്പെട്ടവരല്ല. ഇന്നവർ മഹിമയോട് ജീവിക്കുന്നതിനു പുറമെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതിനും പ്രാപ്തരായിരിക്കുന്നു. ഒരിക്കൽ ദുർബലരും അവഗണിക്കപ്പെട്ടവരുമായിരുന്നവർ അവരിപ്പോൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് മറ്റുള്ളവരെയും പരിപാടിയിൽ ചേരാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അവരുടെ സമൂഹത്തിലെ മുതിർന്ന വ്യക്തികളെ സഹായിക്കുന്നു. ഇതാണ് യഥാർത്ഥ മാറ്റം. ഇതാണ് ഈ സംരംഭത്തിന്റെ യഥാർത്ഥ വിജയം. സുഹൃത്തുക്കളെ, ഇന്നത്തെ എപ്പിസോഡ് ഒരു വെറും പരിപാടിയല്ല, മുതിർന്നവരുടെ ജീവിതത്തിലുണ്ടായ വലിയ മാറ്റങ്ങളുടെ പ്രകാശനമാണ്. മുതിർന്നവരുടെ ജീവിതം നമ്മുടെ സമൂഹത്തിൽ അദ്വിതീയമായ ഒരു സ്ഥാനം അടയാളപ്പെടുത്തുന്നു. അവർ നമ്മുടെ കുടുംബങ്ങളുടെ തട്ടുകൾ, ധനസമൃദ്ധി, നമ്മുടെ സംസ്കാരം, പരമ്പരാഗത മൂല്യങ്ങൾ എന്നിവ കോർത്തെടുക്കുന്ന മാലകളാണ്. ഇന്ന് ഞങ്ങൾ കേട്ട കഥകൾ അതെല്ലാം തെളിയിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ പിന്തുണ ലഭിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റമുണ്ടാകുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ ശിശു സാമൂഹ്യ നീതി മന്ത്രാലയം നടത്തുന്ന പരിപാടികൾ വെറും സാമ്പത്തിക സഹായങ്ങൾ മാത്രമല്ല, അത് നമ്മുടെ മുതിർന്നവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ മഹത്വം, അവകാശങ്ങൾ, ബഹുമാനം എന്നിവയെ പുനരുജ്ജീവിപ്പിക്കുവാൻ പര്യാപ്തമാണ്. ഇന്ന് നമ്മൾ കേട്ട കഥകൾ അതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അഭിമാനത്തിന്റെ ആകാശങ്ങളാണ്. നമ്മുടെ സന്തോഷം നമ്മുടെ മുതിർന്നവർ സന്തോഷിച്ചു കാണുന്നതിനേക്കാൾ മറ്റെന്താണ്? അവർ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ, അവർ ചിരിക്കുമ്പോൾ, അവർ മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കുമ്പോൾ അവരുടെ മുഖത്ത് ദർശനമാകുന്ന പ്രകാശം. അതിനർത്ഥം നമ്മൾ ശരിയായ വഴിയിൽ തുടരുന്നു എന്ന് തന്നെയാണ്. സർക്കാരിന്റെ ഈ സംരംഭം അതിനെ സാക്ഷാത്കരിക്കാൻ വലിയ പങ്ക് വഹിക്കുന്നു. അതേ ലക്ഷ്മി, ഈ യാത്ര എത്ര ഹൃദയസ്പർശിയും പ്രചോദനപ്രദവുമായിരുന്നു. ചെറിയ അവബോധവും ശരിയായ വിവരവും നമ്മുടെ മുതിർന്നവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ എത്ര ശക്തിയുള്ളതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അതിനാൽ ഞങ്ങൾ എല്ലാ ശ്രോതാക്കളോടും അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ഏതെങ്കിലും മുതിർന്ന വ്യക്തി ഈ പദ്ധതികളെക്കുറിച്ച് അറിയാതിരുന്നാൽ അവരെ അതിന്റെ പ്രാധാന്യം അറിയിക്കുക. നിങ്ങൾ നൽകുന്ന ചെറിയൊരു വിവരം അവരുടെ ജീവിതമാറ്റത്തിന് കാരണമായി മാറിയേക്കാം. അതെ കൂട്ടുകാരെ, ഇത് നമ്മളുടെ കടമയാണ്. നമ്മുടെ വീടുകളിലുള്ള, അയൽപക്കങ്ങളിലുള്ള, നഗരങ്ങളിലും പട്ടണങ്ങളിലുമുള്ള മുതിർന്നവരെ കുറിച്ച് ചിന്തിക്കുക, അവരോട് സംസാരിക്കുക. അവർ സഹായം ആവശ്യപ്പെട്ടാൽ ഒരു കൈത്തിരി തെളിയിക്കുക. ഓർക്കുക, നമ്മുടെ ബാല്യകാലത്ത് അവർ നമുക്ക് നേരെ 2 കൈകളും നീട്ടി നിൽക്കുകയായിരുന്നു, നമ്മളെ ചേർത്ത് പിടിക്കാൻ, സ്നേഹിക്കാൻ, വളർത്തി വലുതാക്കാൻ. പക്ഷെ ഇപ്പോൾ നോക്കൂ, അവർ കുറച്ച് ക്ഷീണിതരാണ്. ഇത് നമ്മുടെ ഊഴമാണ്. അവർക്ക് നേരെ സ്നേഹത്തിന്റെ, കരുതലിന്റെ, അനുതാപത്തിന്റെ കൈകൾ നീട്ടാനുള്ള സമയം, അവരോടൊപ്പം നിൽക്കാനുള്ള സമയം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ പ്രത്യേക എപ്പിസോഡ് ഞങ്ങൾ ഈ പ്രചാരണത്തിന്റെ അവസാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. എന്നുവെച്ച് ഇതൊരു റേഡിയോ ഷോയുടെ അവസാനമാണെന്ന് കരുതരുത്. ഇതൊരു പുതിയ ചിന്താഗതിയുടെ ആരംഭമാണ്, പുതിയ വീക്ഷണമാണ്. മുതിർന്നവരെന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമല്ല, അവർ നമ്മുടെ ജ്ഞാനം, നമ്മുടെ പാരമ്പര്യം എന്നിവയുടെ അടിസ്ഥാന ശിലകളാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ ഭാവിയുടെ അടിത്തറയുമായിരിക്കുന്നു. ഇന്ന് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാമോ? സർക്കാർ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണം മാത്രമല്ല,
അതിനുമപ്പുറം മുതിർന്നവരോടുള്ള സ്നേഹവും ആദരവും സ്വാധീനവും വളർത്താൻ നമ്മൾ എപ്പോഴും പ്രതിജ്ഞാബദ്ധരായിരിക്കുമെന്ന്. അതുകൊണ്ട് 4 മാസം നീണ്ട പ്രചോദനകരമായ ഈ യാത്രയ്ക്ക് തൽക്കാലം വിരാമമിടുകയാണ്. എന്നാൽ നമ്മുടെ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഈ പ്രചാരണത്തിൽ നമ്മളോടൊപ്പം കൂടിയ എല്ലാ ശ്രോതാക്കൾക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും ഓർത്തിരിക്കുക, നമ്മുടെ മുതിർന്നവരാണ് നമ്മുടെ അഭിമാനം. പോസിറ്റീവായ ഈ സന്ദേശത്തോടെ ഞങ്ങൾ നിങ്ങളോട് വിട പറയുന്നു. നമുക്ക് പുതിയ വിഷയങ്ങൾ, പുതിയ കഥകൾ, പുതിയ പ്രചോദനങ്ങൾ എന്നിവയുമായി വീണ്ടും വരാം. അപ്പോൾ അതുവരെ നന്ദി, നമസ്കാരം. വയോധികയെന്നും ആദരിച്ചിടണം, വഴിയിൽ വീഴാതെ കാണിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാദിത്യം സമ്മാനിക്കും. ഓർക്കാം സ്നേഹിക്കാം ആദരവാം, നരയും ചൂളിവെല്ലാം നെഞ്ചിലെത്തി. കൈപിടിച്ചിടാം, സഹായിച്ചിടാം, വയോധികർ നാടിൻ അഭിമാനമല്ലോ. നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക. എപ്പിസോഡ് 24 വിജയകഥകൾ.